കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കാര സ്വദേശിനി അനശ്വരയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിത വേലിയേറ്റം പരിഭ്രാന്തി പരത്തി. ഇടയ്ക്കിടെയുണ്ടാകുന്ന വേലിയേറ്റത്തിൽ ആശങ്കയോടെ പ്രദേശവാസികൾ. തെക്കുംകര പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. രോഗം പടരുന്ന വാർഡുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വിഭാഗം. പടിയൂർ വളവനങ്ങാടിയിൽ ഓട്ടോ ടാക്സി ഇടിച്ച് വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. ഗുരുവായൂരിൽ പെയിന്റിംഗിനായി വീട് വൃത്തിയാക്കുന്നതിനിടെ വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എടവിലങ്ങ് കാരയിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. നായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കാര സ്വദേശി 20 വയസ്സുള്ള അനശ്വരയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലീല, ആദിദേവ്, ഷൺമുഖൻ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റ് 2 പേർക്ക് കൂടി നായയുടെ കടിയേറ്റതായി സൂചനയുണ്ട്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിതമായുണ്ടായ വേലിയേറ്റം നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് കടൽവെള്ളം ശക്തമായി കരയിലേക്ക് ഇരച്ചു കയറിയത്. ബീച്ചിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. തെക്കുംകര പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് മേധാവികൾ യോഗം ചേർന്നു. വാഴാനി കനാലിന് താഴെയുള്ള വാർഡുകളിലാണ് കൂടുതലായും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. പുന്നമ്പറമ്പ്, തെക്കുംകര, പനങ്ങാട്ടുകര എന്നീ വാർഡുകളിൽ നിരവധി പേർക്കാണ് രോഗം പടർന്നിരിക്കുന്നത്. രോഗം കണ്ടെത്തിയ വാർഡുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും പ്രദേശങ്ങളിലെ കല്യാണ മണ്ഡപങ്ങൾക്കും ഹോട്ടലുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാഹനങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന ശക്തമാക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പടിയൂർ വളവനങ്ങാടിയിൽ ഓട്ടോ ടാക്സി ഇടിച്ച് വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. മതിലകം പഴയകടവ് സ്വദേശി കൊച്ചുവീട്ടിൽ 55 വയസ്സുള്ള പിഗരസ് ആണ് മരിച്ചത്. വളവനങ്ങാടി ഡോൺ ബോസ്കോ സ്കൂൾ KG വിഭാഗം അധ്യാപികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി ഡ്രൈവറെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിവിലങ്ങ് ചെന്നാറ വീട്ടിൽ സായലാണ് അറസ്റ്റിലായത്. പെയിന്റിംഗിനായി വീട് വൃത്തിയാക്കുന്നതിനിടെ വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ഗുരുവായൂർ എരങ്ങത്തയ്യിൽ പറമ്പിൽ കോറോട്ട് വീട്ടിൽ 35 വയസ്സുള്ള ശ്രീജേഷ് ആണ് മരിച്ചത്. തൈക്കാട് പുതുവീട്ടിൽ നജീബിന്റെ വീട് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ശ്രീജേഷ് സൺസൈഡിൽ നിന്നുകൊണ്ട് വാട്ടർ ഗൺ ഉപയോഗിച്ച് കഴുകുന്നതിനിടെ ഷോക്കേറ്റ് വീഴുകയായിരുന്നുവെന്ന് മറ്റ് തൊഴിലാളികൾ പറഞ്ഞു. ദേശീയപാത പെരിഞ്ഞനത്ത് കാറിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരന് ഗുരുതര പരിക്ക്. കയ്പമംഗലം കാളമുറി സ്വദേശി അറക്കവീട്ടിൽ അബ്ദുൽ ഗഫൂറിനാണ് പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് തെക്ക് വശത്താണ് അപകടം. റോഡരികിലെ മരച്ചുവട്ടിൽ നിന്ന് ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു ഗഫൂർ. തൃപ്രയാർ ഭാഗത്തുനിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഗഫൂറിന്റെ ദേഹത്തിടിക്കുകയായിരുന്നു. ചേലക്കര തിരുവില്ലാമലയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10.5 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കവർന്നു. തിരുവില്ലാമല എരവത്തോടി അത്താണി വടക്കേ വീട്ടിൽ രമണിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ചയാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത്. ഫിംഗർ പ്രിന്റ് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയുമാണ് മോഷണം പോയിട്ടുള്ളത്. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. പുത്തൂർ മരൂട്ടിച്ചാൽ വെള്ളക്കാരിത്തടം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് പ്ലാവിലെ ചക്ക തിന്നാനെത്തിയ കാട്ടാന കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിൽ വീണത്. ആനയുടെ ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ ലൈറ്റിട്ടയുടൻ ആന പിന്നിലേക്ക് നടന്ന് കിണറ്റിൽ വീഴുകയായിരുന്നു. 9 കോൽ ആഴമുള്ള കിണറിന് വാവട്ടം കുറവായതിനാൽ
എഴുന്നേൽക്കാനോ അനങ്ങാനോ കഴിയാത്ത സ്ഥിതിയിലായിരുന്ന ആനയുടെ കൊമ്പുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. ആന വീണതറിഞ്ഞ ഉടൻ നാട്ടുകാർ സമീപത്തെ മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കിണറിന് സമീപത്തെ മണ്ണ് നീക്കി വഴിവെട്ടി ആനയെ പുറത്ത് എത്തിക്കാനായിരുന്നു ശ്രമം. ഇതിനകം തന്നെ ആന ചരിഞ്ഞിരുന്നു. പുലർച്ചെ 5:30 വരെ ആനയ്ക്ക് ജീവനുണ്ടായിരുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും കൃഷി ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ 6 വീട്ടുകാർ ഇതിനകം ഇവിടെ നിന്നും താമസം മാറിപ്പോയി. DFO രവികുമാർ മീണ, പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC രഞ്ജി, മാന്നാമംഗലം ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ M ഷാജഹാൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം വനത്തിൽ തന്നെ സംസ്കരിക്കും. TCV തൃശൂർ. ചാലക്കുടി മേലൂർ പൂലാനിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പൂലാനി മരിയപാലന സൊസൈറ്റിയുടെ സമീപത്ത് താമസിക്കുന്ന കാട്ടുളപുത്തൻ വീട്ടിൽ 34 വയസ്സുള്ള ലിജയാണ് മരിച്ചത്. ഭർത്താവ് പ്രതീഷിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. മയക്കുമരുന്നിനടിമയായ പ്രതീഷ് സ്ഥിരമായി ലിജയെ മർദ്ദിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മദ്യപിച്ചെത്തിയ ഇയാൾ ലിജയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. പിന്നീട് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന സമയക്രമത്തെ ചൊല്ലി 2 കമ്മിറ്റിക്കാർ തമ്മിൽ വാക്ക് തർക്കം നടന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിൽ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴി 2 കമ്മിറ്റിക്കാരും വീണ്ടും സംഘർഷമുണ്ടാവുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 13 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 45 വർഷം തടവും 2,25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി. 2020 കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത 13 വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വെള്ളിക്കുളങ്ങര പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ മറ്റത്തൂർ രാജനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകനായ ജോഷി വീണ്ടും സമരത്തിലേക്ക്. ബാങ്കിൽ ബന്ധുക്കളുടെ പേരിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജോഷി സമരത്തിന് ഒരുങ്ങുന്നത്. മാപ്രാണം വടക്കേത്തല വീട്ടിൽ ജോഷി 85 ലക്ഷത്തോളം രൂപ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. തട്ടിപ്പിനെ തുടർന്ന് ജോഷിയുടെ പണം ലഭിക്കാതെ വരികയും ചെയ്തു. ക്യാൻസർ രോഗിയായ ജോഷി സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്വന്തം വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിലുമെത്തി. പണം ലഭിക്കാതായതോടെ ദയാവധത്തിനായി അപേക്ഷ നൽകുകയും ചെയ്തു. ജോഷി നടത്തിയ പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി മന്ത്രിതല ഇടപെടലിനെ തുടർന്ന് ജോഷിയുടെ നിക്ഷേപ തുകയായ 28 ലക്ഷം തിരികെ നൽകി. എന്നാൽ ബന്ധുക്കളുടെ നിക്ഷേപ തുക ഇതുവരെ നൽകിയിട്ടില്ല. 3 മാസത്തിനുള്ളിൽ പണം തിരികെ നൽകാമെന്ന് ജനുവരിയിൽ ജോഷിക്ക് ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ബാങ്കിലെ മാപ്രാണം ശാഖയായും ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും പണം തിരികെ നൽകുന്നതിനുള്ള തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് ജോഷി പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന നിലപാടാണ് ബാങ്ക് അധികൃതർ സ്വീകരിച്ചതെന്ന് ജോഷി പറഞ്ഞു. ഏപ്രിൽ 30-ന് ശേഷം സമരം ആരംഭിക്കുമെന്ന് ജോഷി അറിയിച്ചു. നമ്മളുടെ പൈസക്ക് നമ്മൾ കാത്തിരുന്നാൽ മതിയാവുള്ളൂ. നമ്മൾ ഈ കളറും ഈ നിറവും ഇത് എനിക്ക് എൻ്റെ 3-4 ഷർട്ടുണ്ട്. ഈ സാമാനത്തിനെ വിശ്വസിച്ച് പിന്നാലെ നടന്നതിൻ്റെ നമുക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണ്. നമ്മൾ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. വിശ്വസിച്ചതിനുള്ള ശിക്ഷയാണ് കിട്ടുന്നത്. ഇപ്പം എന്താ പറഞ്ഞ അടുത്ത കമ്മിറ്റി ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പം ഏതോ കൊടുങ്ങല്ലൂർ എറണാകുളത്തൊക്കെ ഉള്ള ഒരാളാണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കും യൂസർ ഫീയും നൽകണമെന്ന ഗുരുവായൂർ നഗരസഭയുടെ നിലപാട് മാറ്റണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഇക്കാരണം പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്നതായും ആരോപണമുയർന്നു. അനധികൃത വഴിയോര കച്ചവടങ്ങൾ നിർത്തലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PI ആന്റോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടു, ജനറൽ കൺവീനർ ജോജി തോമസ്, രമേഷ് കുമാർ പുതൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ആദ്യ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ആദ്യ ശീവേലിക്ക് ചിറക്കൽ കാളിദാസൻ സംഗമേശന്റെ തിടമ്പേറ്റി. കുട്ടൻകുളങ്ങര അർജുനൻ വലതും പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടതും കൂട്ടാനകളായി.
2 ഉള്ളാനകളടക്കം 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരി മേളവും ശീവേലിക്ക് മാറ്റേകി. ആയിരങ്ങളാണ് ആദ്യ ശീവേലിക്ക് എത്തിയത്. പഞ്ചാരിയുടെ പാൽക്കടൽ തീർക്കുന്ന കുടൽമാണിക്യം ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ചെമ്പടയിലാണ്. ശീവേലിക്കും വിളക്കിനും പടിഞ്ഞാറെ നടപ്പുരയിൽ 5ാം കാലത്തിൽ പഞ്ചാരി കൊട്ടി കലാശിച്ചാൽ രൂപകം കൊട്ടി മേളക്കാർ ചെമ്പട മേളത്തിലേക്ക് കടക്കും. കുലീബിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത്. അതുകൊണ്ടതിനെ തീർത്ഥക്കര മേളം എന്നും പറയപ്പെടുന്നുണ്ട്. വടക്കേ നടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പട മേളം നടക്കുക. തീർത്ഥക്കരയിലെ വിശിഷ്ടമായ ചെമ്പടമേളത്തിന്റെ പ്രതിധ്വനി സംഗമപുരിയിലെ ഉത്സവാരവങ്ങൾക്കുമീതെ ഒരു പ്രകമ്പനമായി ഉയരുന്നു. ചെമ്പടമേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണിത്. ഉരുട്ടു ചെണ്ടയിലും വീക്കനിലും കേമന്മാരായ വാദ്യക്കാരുടെ കഴിവ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇവിടെയാണ്. പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്ക് എത്തുക. തീർത്ഥക്കരയിൽ ഒരു വൃത്താകൃതി കൈവരിച്ചാണ് ഇവർ ചെമ്പട കൊട്ടുന്നത്. പതിനൊന്ന് ദിവസത്തെ ഉത്സവത്തിൽ 21 ചെമ്പട മേളങ്ങളാണ് ഇവിടെ നടക്കുക. കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കേ തമ്പുരാൻ കോവിലകത്തിന്റെ പടിഞ്ഞാറെ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. വൃത്താകൃതിയിൽ 10 മിനിറ്റോളം കൊട്ടിക്കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടപ്പുറയിൽ വന്ന് കൊട്ടിക്കലാശിക്കുന്നതോടെ ശീവേലിക്ക് പരിസമാപ്തിയാകുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്കായി കുടിവെള്ള വിതരണം ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദാഹജല വിതരണം ആരംഭിച്ചത്. സംഭാരം, ദാഹശമനി തുടങ്ങിയവയാണ് വിവിധ പവലിയനുകളിൽ വിതരണം ചെയ്യുന്നത്. നഗരസഭയെ കൂടാതെ സേവാഭാരതി, ക്ഷേത്ര ആചാര വിശ്വാസ സംരക്ഷണ സമിതി, അയ്യപ്പ സേവാ സംഘം തുടങ്ങിയ സംഘടനകളാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. കനത്ത വേനൽ ചൂടിൽ ഉത്സവം ദർശിക്കാനെത്തുന്ന ഉത്സവ പ്രേമികൾക്ക് ദാഹജല വിതരണം ആശ്വാസമായി. ദേശീയപാത ചാലക്കുടി പോട്ടയിൽ മിനിലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് സ്വദേശി തൊഴുക്കുകര വീട്ടിൽ കൃഷ്ണ പ്രവീണനാണ് പരിക്കേറ്റത്. ഇയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരത്തടികൾ കയറ്റിപ്പോയിരുന്ന മിനിലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മരത്തടികൾ കെട്ടിയിട്ടിരുന്ന കയർ പൊട്ടുകയും വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വനന്തരപ്പള്ളി പള്ളിക്കുന്ന് നൊട്ടൻമൂല ആഴ്ചങ്ങാടൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ കളിക്കുന്നതിനിടെ താഴെ വീണുകിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നുവെന്നും രക്തം ഛർദ്ദിച്ച നിലയിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. കുട്ടിക്ക് ഫിറ്റ്സ് ഉള്ളതായി വീട്ടുകാർ പറഞ്ഞു. പള്ളിക്കുന്ന് അസംപ്ഷൻ CJM സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. SSLC പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത മരണം. പെരുമ്പിലാവ് വില്ലന്നൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വില്ലന്നൂർ സ്വദേശി ഒലിച്ചിയിൽ വീട്ടിൽ 24 വയസ്സുള്ള ഷംസുദ്ദീനെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലകളുടെ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ NJ ലിയോ അധ്യക്ഷനായി. വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മ്യൂസിക്കൽ ഈവ് ദൃശ്യവിരുന്നൊരുക്കി. ഫാദർ പോൾ പേരാമംഗലത്ത് ഡയാലിസിസ് സഹായ വിതരണവും ഫാദർ പോൾ ചാലിശ്ശേരി വിവാഹ സഹായ വിതരണവും നിർവഹിച്ചു. സജീവ് മാധവൻ, ഷൈജു ചിരിയങ്കണ്ടത്ത്, ബൈജു ലൂവീസ്, ജോൺ T വെള്ളറ, ജോൺ ബെന്നീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആനാപ്പുഴ ഗ്രാമത്തിന് അഭിമാനമായി P. ദേവി കൃഷ്ണയുടെ സിവിൽ സർവീസ് പരീക്ഷാ വിജയം.
559 റാങ്ക് നേടിയാണ് പി ദേവികൃഷ്ണ നാടിന് അഭിമാനമായത്. ആനാപ്പുഴ ഉള്ളൂർക്കാരൻ പറമ്പിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ UK താരാനാഥന്റെയും പത്മിനിയുടെയും പേരക്കുട്ടിയും അധ്യാപികയായ UT പ്രിയയുടെയും ക്യാപ്റ്റൻ K പീതാംബരന്റെയും മകളുമാണ് പി ദേവികൃഷ്ണ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിജയിച്ച കൃഷ്ണ മുംബൈ L&Tയിൽ നേവൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു. ആനപ്പുഴയിലെ തറവാട്ട് വീട്ടിലെത്തിയ ദേവികൃഷ്ണയെ ജനപ്രതിനിധികളും നാട്ടുകാരും അനുമോദിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് VS ദിനൽ, ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് മുരളി മോഹൻ, വിദ്യാർത്ഥിദായിനി സഭ സെക്രട്ടറി EN രാധാകൃഷ്ണൻ, കല്യാണദായിനി സഭ ജോയിന്റ് സെക്രട്ടറി NA രാജീവ്, ആനാപ്പുഴ വെൽഫെയർ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ KH കലേഷ് ബാബു, പണ്ഡിറ്റ് കറുപ്പൻ വായനശാല വൈസ് പ്രസിഡന്റ് NH സാംസൺ മാസ്റ്റർ, പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് TP രമേശ് എന്നിവർ ദേവികൃഷ്ണയെ അനുമോദിക്കാനെത്തി. TCV കൊടുങ്ങല്ലൂർ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയം യൂത്തിന്റെ കൈകളിൽ സുരക്ഷിതമെന്ന് പ്രഖ്യാപിക്കുന്ന LDYF മഹാവിളംബര ജാഥ സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും നൂറുകണക്കിന് യുവതി-യുവാക്കൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ നെൽക്കതിർ അരിവാളും ആലേഖനം ചെയ്ത ചുവന്ന ബലൂണുകളുമേന്തി ജാഥയിൽ അണിനിരന്നു. റവന്യൂ മന്ത്രി K രാജൻ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആഷിഖ് വലിയകത്ത് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുതുക്കാട് മണ്ഡലത്തിൽ ബൈക്ക് റാലി നടത്തി. തലൂരിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അണിനിരന്നു. ആമ്പല്ലൂർ, പുതുക്കാട്, കല്ലൂർ, മാവിൻചുവട്, വരന്തരപ്പിള്ളി, മുപ്ലിയം, കോടാലി, മറ്റത്തൂർ എന്നീ കേന്ദ്രങ്ങൾ വഴി കോന്തിപുലത്ത് റാലി സമാപിച്ചു. KK രാമചന്ദ്രൻ MLA, PK ശിവരാമൻ, TA രാമകൃഷ്ണൻ, VS പ്രിൻസ്, KJ ഡിക്സൺ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിയാകില്ലെന്നും പാർട്ടി ചുമതലകളോടാണ് താൽപര്യമെന്നും KPCC സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ CC ശ്രീകുമാർ പറഞ്ഞു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി ലീഡേഴ്സ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് P വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. എളനാട് വാണിയമ്പാറ റോഡിൽ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഈ വഴിയിൽ ഭാഗികമായോ പൂർണ്ണമായോ ഗതാഗത തടസ്സമുണ്ടാകും. വാഹനങ്ങൾ എളനാട് സെന്ററിൽ നിന്നും ആരംഭിച്ച് തിരുമണി സെന്ററിൽ അവസാനിക്കുന്ന പഞ്ചായത്ത് റോഡിലൂടെയും കുന്നുപുറം സെന്ററിൽ നിന്നും കണ്ണമ്പ്ര റോഡിലൂടെയും വഴി തിരിഞ്ഞു പോകണമെന്ന് ചേലക്കര PWD റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ദേശീയ മനുഷ്യാവകാശ സമിതി നേതൃയോഗം വടക്കാഞ്ചേരിയിൽ നടന്നു. മതജാതി ചിന്താഗതി ജനങ്ങളിൽ വളർത്താനിടയാക്കുന്ന ജാതി സെൻസസ് മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമിതി അഭിപ്രായപ്പെട്ടു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി K നന്ദകുമാർ, ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, കുറ്റിപ്പുഴ രവി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സമ്മേളനം മെയ് 1 തൃശൂരിലും ദേശീയ സമ്മേളനം മെയ് 12 ആലപ്പുഴയിലും നടക്കും. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രശോഭ് ശാന്തി സഹകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, ക്ഷേത്ര ഭാരവാഹികളായ KM വിജയൻ, KK പ്രതാപൻ, KS സന്തോഷ്, PV പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ തെരുവനായുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കാരാ സ്വദേശിനി അനശ്വരയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ അപ്രതീക്ഷിത വേലിയേറ്റം പരിഭ്രാന്തി പരത്തി. ഇടയ്ക്കിടെയുണ്ടാകുന്ന വേലിയേറ്റത്തിൽ ആശങ്കയോടെ പ്രദേശവാസികൾ. തെക്കുംകര പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. രോഗം പടരുന്ന വാർഡുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വിഭാഗം. പടിയൂർ വളവനങ്ങാടിയിൽ ഓട്ടോ ടാക്സി ഇടിച്ച് വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. ഗുരുവായൂരിൽ പെയിന്റിംഗിനായി വീട് വൃത്തിയാക്കുന്നതിനിടെ വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.